കേന്ദ്ര അവഗണനയ്ക്കെതിരെ ദില്ലിയിൽ സംഘടിപ്പിക്കുന്ന സമരത്തിൽ പങ്കെടുക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് പ്രതിപക്ഷത്തെ സമരത്തിലേക്ക് ക്ഷണിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നാണ് പ്രതിപക്ഷ ആരോപണം. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കേന്ദ്ര അവഗണന മാത്രമല്ല കാരണമെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. ഡൽഹി സമരത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന യു.ഡി.എഫ് ഏകോപന സമിതി തീരുമാനമാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ അറിയിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര അവഗണന മാത്രമല്ലെന്നാണ് യു.ഡി.എഫിന്റെ നിലപാട്. നികുതി പിരിവിലെ കെടുകാര്യസ്ഥത പ്രതിസന്ധിക്ക് വഴിയൊരുക്കിയെന്ന് പ്രതിപക്ഷം വിലയിരുത്തുന്നു. ധൂർത്ത് പ്രധാന കാരണമാണെന്നും ആരോപിക്കുന്നുണ്ട്. തീരുമാനം അറിയിക്കുന്നതിന് മുൻപ് ഇടതുപക്ഷം സമരം പ്രഖ്യാപിച്ചതിലെ അതൃപ്തിയും മുഖ്യമന്ത്രിക്ക് കൈമാറിയ കത്തിൽ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതേസമയം പ്രതിപക്ഷ തീരുമാനത്തെ വിമർശിച്ച് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ രംഗത്തെത്തി. സംസ്ഥാന മന്ത്രിസഭയാകെ ഒരു സംയുക്തമായിട്ടുള്ള ഒരു സമരം തയ്യാറാവണം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി പ്രതിപക്ഷവുമായിട്ട് ചർച്ച ചെയ്തെങ്കിലും പ്രതിപക്ഷം വാർത്തകളിൽ വന്ന വസ്തുത പരിശോധിച്ചാൽ അവരതിന് തയ്യാറില്ല എന്നുള്ള നിലപാടാണ് പൊതുവെ എടുത്തിട്ടുള്ളത്. വരുന്നില്ല എന്നതിൻ്റെ അകത്ത് തന്നെ യു.ഡി.എഫിന് പൂർണ്ണമായ യോജിപ്പല്ല എന്ന വിശ്വസ്തതകളുണ്ട്. രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് യോജിച്ച് മുന്നോട്ടേക്ക് വരാനാവുന്നില്ല. അപ്പോൾ ജനങ്ങളുടെ പ്രശ്നമല്ല, നിങ്ങളുടെ രാഷ്ട്രീയമായ ഉന്നാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് മുഖ്യമന്ത്രി നയിക്കുന്ന സമരത്തിലേക്ക് ക്ഷണിച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും പ്രതിപക്ഷം വിമർശിക്കുന്നു. കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രി നയിക്കുന്ന സമരത്തിൽ പങ്കെടുത്താൽ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭയവും പ്രതിപക്ഷത്തിനുണ്ട്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര അവഗണനയ്ക്കെതിരെ കൂട്ടായ സമരം വേണമെന്ന അഭിപ്രായത്തിൽ നിന്നും മുസ്ലിം ലീഗ് പിന്മാറിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.